ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ അന്നത്തൊരു വീഡിയോ ആണ്. ഞാൻ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണി കാണാനായിട്ട് ഒരുക്കി വെച്ചിരുന്നൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെളുപ്പിന് എണീറ്റ് വിളക്കൊക്കെ കൊളുത്തി കണി കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉറങ്ങൂലല്ലോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് തേങ്ങയൊക്കെ ചെറിയ കൊടുത്തു വിഷുക്കട്ട വെക്കാനായിട്ട്. അമ്മയാണ് കേട്ടോ വെച്ചത്. ഇത് ഉണക്കലേരിയാണ്. നാളികേരപ്പാൽ പിഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ ജീരകം ഇട്ട് അത് വെള്ളം തിളയ്ക്കുമ്പോൾ അരിയിടും. അങ്ങനെയാണ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളതൊരു വാഴയിലയിൽ ഒഴിച്ച് വെക്കും. കട്ടയാവുന്ന സമയത്ത് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ അമ്മയും കൂടെ അമ്പലത്തിൽ പോകണമായിരുന്നു. ഞാൻ സെറ്റ് മുണ്ട് എടുത്ത് ഈ സെറ്റ് മുണ്ട് ഞാൻ രണ്ടാമത്തെ വട്ടാണ് എടുക്കണം. എൻ്റെ ഫ്രണ്ടിൻ്റെ പേജിൽ നിന്ന് വാങ്ങിച്ചത്. തിരക്കായതുകൊണ്ട് അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ, കാണിക്കാനും വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് ഞാൻ പിന്നെ എടുക്കാത്തത്. പിന്നെ അടുത്തുള്ള മുരുകൻ്റെ അമ്പലത്തിൽ പോകണം. ഇവിടെ ഞാൻ പോയിട്ടില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് പോകാൻ പോകണം. ഇതാണ് നമ്മൾ പോകുന്ന വഴിയിട്ട് നല്ല രസമില്ല. ഇങ്ങനെ ഓല കൊണ്ട് വേലി കെട്ടിയിരിക്കുന്നത് ഞാൻ കുറേ കൊല്ലങ്ങളായി കണ്ടിട്ട്, പണ്ട് കണ്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി വഴിപാടിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കയറി തൊഴുത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൂജയ്ക്കായിട്ട് നട അടച്ചു കൂട്ടാം. പിന്നെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ഈ സെറ്റ് മുണ്ടിൻ്റെ കളർ കാണാൻ നല്ല ഭംഗിയായിട്ടോ. ശരിക്കും നേരിട്ട് കാണാനായിട്ട് നല്ല രസം. ഫോട്ടോയിൽ അതിൻ്റെ ഭംഗി അറിയണ്ടോന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് വണ്ണം കുറവായതുകൊണ്ട് ഉടുക്കാനായിട്ട് അറിയാത്തതിൻ്റെതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉടുക്കാൻ അറിയുന്നവർ പ്രത്യേകിച്ച് നല്ല ഭംഗി ഉണ്ടാവും ഇത് ശരിക്കും കാണാനായിട്ട്. അങ്ങനെ നട തുറന്ന് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു. കൈനീട്ടമൊക്കെ കിട്ടിയിട്ടോ. ഞാനവിടെ അമ്മേനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു സൈഡിലൊക്കെ നിന്നിട്ട്. അത് ഞാനിവിടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. വീട്ടിലെത്തിയിട്ട് മാങ്ങക്കറി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വിഷുക്കട്ടയ്ക്ക് മാങ്ങക്കറി വെച്ചതെന്ന്. അപ്പോൾ ആ മാങ്ങക്കറിയും വിഷുക്കട്ടയും കൂടെ കഴിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.